ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇനി നമ്മള് മുരിങ്ങക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയായിട്ട് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ നമുക്ക് മുരിങ്ങക്കൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഈ മാങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാട്ടോ. നമ്മൾ മാങ്ങൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകി കുക്കറിലോട്ട് ഇടാം. നല്ലോണം 2-3 പ്രാവശ്യം ആദ്യം കഴുകിയതാട്ടോ. ഈ മുളക് ഒരു 6 മുളക് കീറിയിട്ടിട്ടുണ്ട്, പച്ചമുളക്, മാങ്ങയും അരിഞ്ഞു വെച്ചതാട്ടത്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് മുരിങ്ങക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സ്പൂണ്, ചെറിയ സ്പൂണാട്ടോ, 2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് 1 സ്പൂണ് മുളക് പൊടി അരി, ചെറിയ സ്പൂണിനാണ് 1 സ്പൂണ് മുളക് പൊടി കേട്ടോ. ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ കൂടെ ഇട്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പായി. ഇനി നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഗ്യാസ് ഒന്ന് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. നോക്കി പഠിക്കണോ? നോക്കി കാണുന്നോട് ഒരു 3 കൊച്ചുള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും നമുക്ക് അരച്ചെടുത്ത് വരാം. അപ്പൊ അതാ തേങ്ങയും അതൊക്കെ നമ്മൾ അരച്ചെടുത്ത് കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടോ. അപ്പൊ നമ്മളെ മുരിങ്ങയ്ക്ക് മാങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരപ്പ് ഒഴിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കറിയാട്ടോ. മുരിങ്ങക്കയും മാങ്ങയും വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാരും ഇഷ്ടമായെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, 1 സ്പൂണും കൂടെ ഉപ്പിടും കേട്ടോ. ഒരു സ്പൂണും കൂടെ ഇട്ട് നമ്മള് ഉപ്പ് പാകത്തിന് ആയിണ്ട് കേട്ടോ. കുറച്ച് കരിവേപ്പില കേട്ടോ. നമ്മളെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്ന് നമുക്ക് കറി മാറ്റി വെക്കാം. ഇനി നല്ലൊരു വറവ് ഇടട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്
അപ്പൊ അതിലോട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂണിനാട്ടോ ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പൊ വരുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട്, കടുക് നമ്മളതിന് ഇങ്ങനെ തട്ടിയെടുത്തതാട്ടോ, അതാ കാണാത്തത്. കുപ്പിന്ന് ഇങ്ങനെ തട്ടിയിട്ട കരിവേപ്പില. നമുക്ക് മുളക് ഇടാണ്ട് കേട്ടോ, മറന്നു പോയതാണ്. നമുക്ക് വറ്റൽ മുളക് ഇടാണ്ട്. അതും കൂടെ ഒന്ന് താളി വെക്കാം. നമ്മള് വറവിട്ട് നല്ല ടേസ്റ്റിയായ മുരിങ്ങയ്ക്കും മാങ്ങയും വെച്ച് നല്ല ടേസ്റ്റിയായ ഒരു കറി. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്